അനിമൽ രചന സൂര്യകാന്തി പെണ്ണ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. എനിക്ക് തന്നോട് സംസാരിക്കാൻ ശരൺ, പ്ലീസ് ദയവ് തന്നെ ഉപദ്രവിക്കരുത്. എത്ര വട്ടായി തന്നോട് ഇത് ഞാൻ പറയുന്നു? കാർത്തു അപേക്ഷയുടെ സ്വരത്തോടെ ശരണിനെ നോക്കി. എന്താണ് താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? തന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ. ശരണിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. കാർത്തു കാണാൻ അങ്കലാപ്പുഴ ചുറ്റും നോക്കി. താൻ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത്? ഈ കോളേജിൽ വേറെ പെൺകുട്ടികളായിട്ടാണോ താൻ എൻ്റെ പിന്നാലെ നടക്കുന്നത്? നോക്ക്, ഇനി എൻ്റെ അടുത്ത് ഈ ഇഷ്ടം പറഞ്ഞു വന്നേക്കല്ലേ കേട്ടോ. കാർത്തു ശരണിന്റെ മറുപടി കാത്തിൽക്കാതെ വേഗത്തിൽ തിരിഞ്ഞടന്നു. നീ ഇപ്പൊ എഴുത്തെന്ന് പറഞ്ഞ് കുറെ കാലമല്ലോടാ അവിടെ പിന്നാലെ നടക്കുന്നത്. വല്ലതും നടക്കുവോ? ഡാനി ശരണിന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് നടന്നകലുന്ന കാർത്തുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട് എൻ്റെ ഡാനി. ഇന്നെൻ്റെ കണ്ണു നിറഞ്ഞപ്പോൾ അവിടെ ഉള്ളെന്ന് പിടഞ്ഞു. അതെനിക്ക് ആ മുഖത്ത് നോക്കിയപ്പോൾ മനസ്സിലായി. ഞാൻ എത്ര പെൺപിള്ളേരെ കണ്ടാടാ, കൂടിപ്പോയ ഒരു മാസം അതിൻ്റെ ഉള്ളിൽ അവള് മൂക്കും കുത്തി വീഴും. ശരൺ ഉറപ്പെടുത്തു. ഓവ, നീ പറയുന്ന പോലെയൊക്കെ നടന്നാൽ മതി. പിന്നെ കാര്യം നടന്നെന്നെ മറന്നേക്കല്ലേ? ഡാനി എടുത്തു പറഞ്ഞു. അത് ഞാൻ മറക്കുവാടാ. ശരൺ ഒരു ആഭാസനെ പോലെ ചിരിച്ചുകൊണ്ട് ഡാനിയുടെ തോൾ കൈയിട്ട് മുന്നോട്ട് നടന്നു. എന്നിട്ട് ഒട്ടും കുറവില്ല സുജാ ചേച്ചി? പാറു അരിവോട് അവരെ നോക്കി. ഇല്ല മോളെ, അല്ലെങ്കിൽ ഇത് ഇനി മാറുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കണ്ണടയുന്നതിന് മുന്നേ എൻ്റെ കുട്ടിയെ നല്ലൊരാളെ ഏൽപ്പിക്കണം, അത്രയേ ഉള്ളൂ. സുജാത നെടുവീർപ്പെട്ടു. ഉദയന്റെ പെരുമാറ്റവും രീതികളും അത്രമേൽ മടുത്തു തുടങ്ങിയിരുന്ന സുജാതക്ക്. ഒരുതരം രാക്ഷസനാണ് അയാൾ, മനുഷ്യരക്തം കുടിച്ചു ചേർത്ത രാക്ഷസൻ. പാറു സുജാതയുടെ യാത്ര പറഞ്ഞുകൊണ്ട് വന്ന ഭക്ഷണപ്പൊതി ഏൽപ്പിച്ച് തിരികെ നടക്കുമ്പോഴാണ് ഉദയൻ മുന്നിൽ വന്ന് ചാടുന്നത്. അന്ന് ശരവണനുമായിട്ടുള്ള വിശദമായ കാണലിന് ശേഷം പാറു ഉദയനെ കാണുന്ന ഇന്നാണ്. ഉദയൻ അവൾ അടിമുടിയൊന്ന് ഒഴിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ ഉദയന്റെ കണ്ണുകളൊന്നാകെ ചൂഴ്ന്നെടുക്കാൻ തോന്നി പാറുവിന്. നീ ഇപ്പൊ തമിഴനുമായിട്ടാണല്ലോ സാവാസം? അർത്ഥം വെച്ചുള്ള അയാളുടെ ചോദ്യം കേട്ടപ്പോൾ അയാളുടെ മുഖം പിടിച്ച് ഭിത്തിയിൽ വരയ്ക്കാൻ തോന്നി പാറുവിന്. നീ കള്ളക്കിളവാ, എല്ലില്ലാത്ത നാവ് കൊണ്ട് തോന്നിയ പറഞ്ഞാലുണ്ടല്ലോ ആ പുഴുത്ത നാവ് ഞാൻ പറിച്ചെടുക്കും. പാറു അയാളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. ഒരുപാടങ്ങ് തിളക്കാതെടി. ഇതുവരെ എൻ്റെ ഇഷ്ടത്തിന് ആഗ്രഹിച്ചെല്ലാം ഞാൻ വിലക്ക് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരിക്കൽ നിന്നെയും ഞാൻ വിലക്ക് വാങ്ങും. ഉദയന്റെ കണ്ണുകൾ രക്തവർണ്ണമായി. പക്ഷെ അത് കണ്ടൊന്നും അവൾ പതറിയില്ല. അങ്ങനെ ഒരു ഗതികേട് വന്നാലേ പാറു ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കും ഉദയാ. എന്നാലും തന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. പാറു അയാളെ തറപ്പിച്ചു നോക്കി പറഞ്ഞുകൊണ്ട് ആ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഉദയൻ പാറു പോയ വഴിയെ നോക്കി പല്ലിയരിച്ചു. അയാൾ അകത്തേക്ക് കയറി വന്നപ്പോൾ സുജാത നല്ല മയക്കമാണ്. അത് കാണെ അയാൾക്ക് പിന്നെയും ദേഷ്യം വന്നു. തന്റെ ശരീരത്തിലെ ആഗ്രഹങ്ങളും നടത്തിത്തരാൻ കഴിവില്ലാത്ത ആ സ്ത്രീയോട് ഇപ്പോൾ അയാൾക്ക് ഒരുതരം വെറുപ്പാണ്. ഉദയൻ ആ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയവയാണ് സുജാതയുടെ താലിമാല ടേബിളിരിക്കുന്ന അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം ഉദയൻ തന്റെ ജുബയുടെ പോക്കറ്റിലേക്ക് ആ മാല എടുത്തിട്ടു. നിനക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാവടി പാറുമോളെ. അയാൾ കുടിലമായി ചിരിച്ചു. മനസ്സിൽ പലതും കണക്ക് കൂട്ടിയിട്ട് തന്നെയാണ് ഉദയൻ ആ മുറി വിട്ട് ഇറങ്ങിയത്. നിനക്ക് എന്താടാ ചെറുക്കാൻ ഭ്രാന്തോ? ആ പെണ്ണിന് നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് പോയതല്ലേ? ഗീത പറയുന്നതും ശ്രദ്ധിക്കാതെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ വെറുതെ വട്ടം വരച്ചിരിക്കുകയാണ് ജിതിൻ. നമ്മളുടെ സാക്ഷി മോൾ ഇപ്പോഴും നിനക്ക് വേണ്ടി കാത്തിരിക്കുക. അത്രയും ഇഷ്ടം അവൾക്ക് നിന്നോട്. കഴിഞ്ഞവട്ടം കണ്ടപ്പോഴത് നിന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഗീത ജിതിനെ നോക്കി പറഞ്ഞു. അമ്മ എനിക്ക് കുറച്ച് സമാധാനം തരുമോ? ഞാൻ പറഞ്ഞല്ലേ എനിക്കെന്റെ പാറുവിനെ അല്ലാതെ ആരെയും മനസ്സിൽ സങ്കല്പിക്കാൻ പോലും പറ്റുമെന്ന്. ദേഷ്യം വരുമ്പോൾ ഇടയ്ക്കെല്ലാം ഞാൻ അവളെ തല്ലിയിട്ടുണ്ട്, ഇടയ്ക്ക് ശാസിച്ചിട്ടുണ്ട്. അതൊന്നും അവളെ ഇഷ്ടമില്ലായിട്ടല്ല, ഇഷ്ടം കൂടുതലുണ്ടാ. അവൾക്ക് എങ്ങനെ മനസ്സ് തോന്നി അമ്മേ എന്നെ വിട്ടു പോവാൻ? ഒരു തുള്ളി മദ്യം പോലും ഇന്നവരെ ഞാൻ കുടിച്ചിട്ടില്ല, പുകവലിയില്ല. എന്റെ പാറുവിനല്ലാതെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് ഇന്നവരെ ഞാൻ നോക്കിയിട്ട് പോലില്ല. എന്നിട്ടും അവൾക്ക് എങ്ങനെ തോന്നി എന്നെ ഇങ്ങനെ തനിച്ചാക്കാൻ? ജിതിന്റെ സ്വരമിടറി അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ഓനെ, നീ എന്തിനാടാ ഇങ്ങനെ കരയുന്നത്? അവള് പോയിട്ട് ഇപ്പൊ കൊല്ലങ്ങളായില്ലേടാ. ഇനി അവളോർത്ത് നീ സ്വന്തം ജീവൻ നശിപ്പിക്കണോ? ഗീത സ്വന്തം മകന്റെ ജീവൻ നശിച്ചു പോകുന്ന കാണാൻ ആശങ്കപ്പെട്ടു. അമ്മേനോടൊന്നും പറയണ്ട. സാക്ഷി ഞാൻ എൻ്റെ പെങ്ങളുടെ സ്ഥാനത്ത് കണ്ടിട്ടുള്ളൂ. അവളമ്മ പറഞ്ഞ് തിരുത്തിയേക്കണം. എൻ്റെ പാറുവിനെയല്ലാതെ മറ്റാരെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞേക്കണം. ജിതിൻ കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ് നിരക്കി മാറ്റിക്കൊണ്ട് കസേരയും തട്ടിത്തെറിപ്പിച്ചൊരു പോക്കങ്ങ് പോയി. ജിതിന്റെ സംസാരവും പെരുമാറ്റവും കാണാൻ ഗീതക്ക് ദേഷ്യം വന്നു. മുറപ്പെണ്ണായ സാക്ഷിയെ കൊണ്ട് ജിതിനെ വിവാഹം ചെയ്യിപ്പിക്കണമെന്നായിരുന്നു ഗീതക്ക്. അതിനിടയിലാണ് പാറു കയറി വരുന്നത്. പാറു തന്റെ സങ്കല്പത്തിലുള്ള മരുമകളല്ലാത്തതുകൊണ്ടും പാറുവിനെ ഒഴിപ്പിച്ച് സാക്ഷി മോളെ ജിതിന്റെ ജീവിതത്തിൽ കുടിയിരുത്തണമെന്നുള്ളതുകൊണ്ടും അത്യാവശ്യത്തിലധികം അമ്മയമ്മ പോലും അവളോട് എടുത്തിട്ടുണ്ട് ഗീത. അത് ഗീതക്ക് ഉത്തമ ബോധ്യവുമുണ്ട്. പക്ഷേ ജിതിന്റെ ഈ കരച്ചിലും പിടിവാശിയും സ്വയം ന്യായീകരിക്കലും കാണുമ്പോൾ ഗീതക്ക് അത്ഭുതമാണ് തോന്നുന്നത്. ആ പെണ്ണിനെ ഇവിടെ ഇട്ടിട്ട് നരകിപ്പിച്ചിട്ട് അതിന്റെ ഗർഭവും ചവിട്ടിക്കലക്കിയിട്ട് സ്നേഹം കൊണ്ടാണെന്ന് പറയുന്ന സ്വന്തം മകന്റെ ആ ഒരു മനോനില എത്ര ആലോചിച്ചിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല.
അവൻ്റെ ഒടുക്കത്തൊരു സ്നേഹം മോനായിപ്പോയി. ഭർത്താവ് മറ്റോ ആയിരുന്നെങ്കിൽ വിഷം കൊടുത്ത് കൊന്നേനെ ഞാൻ. ഗീത പിറുപിറുത്തുകൊണ്ട് അവൻ തട്ടിത്തെറിപ്പിച്ച പാത്രം എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. എന്നിട്ട് മാല കളഞ്ഞുപോയിന്ന് താൻ ഇപ്പോഴാണ് അറിയുന്നത്. നിരഞ്ജന അയാളെ സൂക്ഷ്മമായി നോക്കി. ഇന്നലെ ഉച്ചക്ക് ഭാര്യ കുളിക്കാൻ പോയപ്പോൾ ടേബിൾ അഴിച്ചു വെച്ചു എന്നാ സാറേ പറയുന്നത്. രാത്രി കിടക്കാൻ നേരം തലമാരിലേക്ക് വെക്കാൻ നോക്കുമ്പോഴാണ് സംഭവം കാണാനില്ലെന്നറിയുന്നത്. അപ്പൊ തന്നെ വിചാരിച്ചു കാലത്തെ സ്റ്റേഷനിൽ വന്ന് പരാതിപ്പെടാമെന്ന് ഉദയൻ ഭവ്യതയോടെ പറഞ്ഞു. അയാളുടെ അമിത വിനയം നിരഞ്ജന ഒട്ടും ബോധിക്കുന്നില്ലായിരുന്നു. ഉദയനെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ നിരഞ്ജന് മനസ്സിലായിരുന്നു അയാളൊരു കൂർമ്മ ബുദ്ധിക്കാരനാണെന്ന്. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഒരു മുൻധാരണകളുമായി അയാളെ സമീപിക്കുന്നത് ശരിയല്ല. കാരണം അയാൾ ഇപ്പോൾ പരാതിക്കാരനാണ്, താൻ നിയമം നടപ്പാക്കേണ്ട ആളും. അതുകൊണ്ട് തന്നെ നിരഞ്ജന സംസാരം അല്പം മയത്തിലായിരുന്നു. സംശയാസ്പദമായ ആരെങ്കിലും അവിടെ വരികയോ മറ്റോ ചെയ്തിരുന്നോ? ഇതുവരെ വരാത്ത ആരെങ്കിലും? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ കുറച്ചു കാലങ്ങളായിട്ട് കിടപ്പിലാണ് സാറേ. രാവിലെ ഭാര്യയുടെ കാര്യങ്ങളാണ് ചെയ്തു വെച്ചു കൊടുത്ത് മോള് കോളേജിലേക്ക് പോകും. ഉച്ചയ്ക്ക് രാത്രിക്കുള്ള ഭക്ഷണം നിരഞ്ജന ചായക്കടയിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് സാറേ. തൻ്റെ കുടുംബചരിത്രവും തൻ്റെ ഭാര്യയുടെ അസുഖമൊന്നും ഞാൻ ചോദിച്ചില്ല. സംശയാസ്പദമായിട്ട് അവിടെ ആരെങ്കിലും വന്നിരുന്നോ മാത്രമേ ഞാൻ ചോദിച്ചു. സംശയാസ്പദമായി അവിടെ ആരെങ്കിലും വന്നിരുന്നോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചു. നിരഞ്ജന ക്ഷമ കെട്ടു. അതാ സാറേ ഞാൻ പറഞ്ഞു വന്ന്. ആ ചായക്കടയിലെ പെൺകുട്ടിയാ സ്ഥിരമായിട്ട് ഭക്ഷണം കൊണ്ടുവന്നിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ വരുമ്പോൾ അവൾ ഭക്ഷണം വീട്ടിലേപ്പിച്ച് തിരിച്ചു പോകുന്ന കണ്ടു. സാധാരണ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കൊഴിഞ്ഞ് നമ്മുടെ മേലോട്ട് വരുന്ന അവളുടെ ഒരു പതിവാ. അല്ലെങ്കിലും കാശുള്ളവരെ കണ്ട് അങ്ങനത്തെ പെണ്ണുങ്ങൾക്ക് ഒരു തരം സൂക്കേടാ സാറേ. പക്ഷെ ഇന്നലെ അവളെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരു തിടുക്കം, വല്ലാത്തൊരു പരവേശവും പേടിയൊക്കെ തോന്നി അവളുടെ മുഖത്ത്. ഞാൻ ചോദിച്ചതിന് മുക്കിയും മൂളിയും മറുപടി അറിഞ്ഞൊരു പോക്കായിരുന്നു. തിരിച്ചു വന്ന് റൂമിൽ നോക്കിയപ്പോൾ ഭാര്യയാണി നല്ല മയക്കത്തിലുവാ. അവിടെ തൊട്ടടുത്ത ടേബിളിലാണ് മാല ഊരി വെച്ചിരുന്നത്. ഞാനും മോളും പോയതിനു ശേഷം ആ പെണ്ണ് മാത്രമേ വീട്ടിൽ കയറിയിട്ടുള്ളൂ സാറേ. ഉദയൻ പാർവണിക്ക് വേണ്ടി വിരിച്ച വലയുടെ കെട്ടുകൾ മുറുക്കി. ദിനേശന്റെ ചായക്കട എന്ന് പറയുമ്പോൾ നിരഞ്ജൻ സംശയത്തോടെ അയാളെ നോക്കി. ആ സാറേ, ഈ സ്റ്റേഷന്റെ തൊട്ടുമുള്ള ചായക്കട തന്നെയാ. പാർവണയാണോ തന്റെ വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുവരാറ്? നിരഞ്ജൻ എടുത്തു ചോദിച്ചു. ആ, അവള് തന്നെയാ സാറേ. ഉദയൻ പറഞ്ഞുകൊണ്ട് കുടിലമായി ചിരിച്ചു. കുറച്ചു ദിവസം മുന്നേ ദിനേശനെ അടിപിടിക്ക് പോലീസ് നോക്കിയതും അതിന്റെ ഭാഗമായി പാർവണിയും നിരഞ്ജനും കൂടിയുള്ള ഉടക്കമെല്ലാം ഉദയൻ എങ്ങനെയോ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പാർവണിയുടെ കുരുക്ക് ഉദയൻ നിരഞ്ജനെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിരഞ്ജൻ ഒരു സമർത്ഥനായ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് നാട്ടിൽ വന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവൻ തെളിയിച്ചതാണ്. പക്ഷെ ഇത്തരം ഒരു സന്ദർഭമാകുമ്പോൾ, പ്രത്യേകിച്ച് അവനും ശത്രുതയുള്ള ഒരാളാണ് പ്രതിയെന്ന് തോന്നുമ്പോൾ ബുദ്ധി കൊണ്ട് അവൻ ചിന്തിക്കില്ല, വികാരം കൊണ്ടേ ചിന്തിക്കും. അതുതന്നെയാണ് ഉദയനും മുതലെടുപ്പ് നടത്തിയത്. നിരഞ്ജന്റെ മുഖത്ത് പാർവണ എന്ന പേരുകൾക്ക് ഗൂഢമായൊരു സന്തോഷം വന്നു നിറയുന്നത് ഉദയൻ കണ്ടു. നിനക്ക് എന്നോട് അറപ്പാണല്ലടി പുന്നാര മോളെ, തീർത്തരാം നിന്റെ അറപ്പും വെറുപ്പുമല്ല. പാറുവിനോടുള്ള വൈരാഗ്യത്തിൽ ഉദയനുള്ളിൽ പിറുവിറുത്തു. ആദ്യം അശോകേട്ടാ എന്നെ പിന്നെയും സ്റ്റേഷനോട്ട് വിളിപ്പിക്കുന്നത്. ദിനേശേട്ടനും സൂചനയും കൂടിയുള്ള അന്നത്തെ അടിപിടിയൊക്കെ നമ്മൾ ഒത്തുതീർപ്പ് ചെയ്ത് വിട്ടല്ലേ? അറിയില്ല മോളെ, നിന്നെയും കൂടി ചെല്ലാനാ പറഞ്ഞ്. പിന്നെ ആ ഉദയൻ അരമണിക്കൂറായി SIയുടെ റൂമിൽ കയറിയിരിക്കുന്നു. ഉദയനോ? അയാളെന്താ അവിടെ? പാറുവിൻ്റെ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത നിറഞ്ഞു. എന്തോ ഒരു പരാതിയായിട്ട് വന്നു തന്നെയാ മോളെ. എന്നോട് പറയാൻ താല്പര്യമില്ല, SIയോട് നേരിട്ട് പരാതി വരണമെന്ന് പറഞ്ഞ് റൂമിലോട്ട് കയറിപ്പോയി. ഒരമണിക്കൂറോളം SIയായിട്ട് സംസാരിക്കുന്നുണ്ടു. അതിനുശേഷം നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. അശോകനുണ്ട് പാറുവിന് തോന്നിയ കാരണം അറിയാത്ത അതേ അസ്വസ്ഥത. മോളുദയനും കൂടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അശോകൻ വല്ലായ്മയോടെ ചോദിച്ചു. പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ ചോദിച്ചാ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഉണ്ടായ പ്രശ്നമൊന്നും അയാൾ പുറത്തു പറയില്ല അശോകൻ ചേട്ടാ. അങ്ങനെ പുറത്തു പറഞ്ഞ അയാൾക്ക് തന്നെയാ പ്രശ്നം. ഉദയന്റെ സ്വഭാവത്തെക്കുറിച്ച് ഓർക്കെ പാറുണിക്ക് ദേഷ്യം വന്നു പോയി. മോള് കട കൂട്ടി വാ, അശോകൻ പറഞ്ഞുകൊണ്ട് അല്പം മാറിയുന്നു. ഞാനും കൂടെ വരാൻ ഒറ്റയ്ക്ക് പോകണ്ട. പാക്കു തൊട്ടടുത്ത് കിടന്ന സ്റ്റൂളിലേക്ക് കയറി വേഗത്തിൽ കടകൂട്ടി ഇറങ്ങി. സ്റ്റേഷനിലേക്ക് നടക്കുമ്പോഴും നിരഞ്ജൻ എന്തിനാണ് തന്നെ വിളിപ്പിച്ചതിനെ കുറിച്ച് പാറുവണയ്ക്ക് ഒരു രൂപം ഉണ്ടായിരുന്നില്ല. പിന്നെയുള്ളൊരു ആശ്വാസം അശോകൻ ചേട്ടനൊക്കെ അവിടെ ഉണ്ടല്ലോ എന്ന് മാത്രമായിരുന്നു. നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത്? ഞാനങ്ങനെ മാലയും കണ്ടിട്ടില്ല, ഞാനത് എടുത്തിട്ടുമില്ല. അപമാനഭാരത്താൽ പാറുവണ പൊട്ടിത്തെറിച്ചു. പഠിച്ച കളിയാ സാറേ, അങ്ങനെ പെട്ടെന്നൊന്നും അവൾ സത്യം പറയില്ല. ഉദയൻ അവൾ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ ഏത് കളനാ സാറേ ഞാൻ കട്ടു എന്ന് സത്യം പറയുന്നത്? ഉദയൻ എരുതിയിൽ എണ്ണ ഒഴിച്ചു. അനാവശ്യം പറയുന്നത്. തന്നെ മുതൽ കെട്ടിട്ട് വേണ്ടോ എനിക്ക് ജീവിക്കാൻ? എല്ലു മുറിയെ പണിയെടുത്ത് തന്നെയാ ഞാൻ ജീവിക്കുന്നത്. പാറുവണ രോഷം കൊണ്ട് പറച്ചു. നിർത്തണേ നിന്റെ കാവലപ്രസംഗം. നിന്റെ കാവലപ്രസംഗം കേൾക്കാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്, മനസ്സിലായോ? നിരഞ്ജൻ ഇരുന്നിരുന്ന കസേര തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റു. പാറുവണ അവനെ പുച്ഛഭാവത്തിലൊന്ന് നോക്കി. സർ, ഒരു പീറപ്പെണ്ണിനോട് ജയിക്കാൻ ഇത്രയും തരം താഴെന്ന് ഞാൻ കരുതിയില്ല. പാറുവണ അവന്റെ കണ്ണുകളിലേക്ക് ചൂട് നോക്കി. അതിന് നീ ഒരു പീറപ്പെണ്ണാണെന്ന് ആര് പറഞ്ഞു? കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോഴും നീ ഇങ്ങനെ പാറ പോലെ നിൽക്കുന്നില്ലേ? അപ്പൊ ജയിക്കാൻ വേണ്ടി സ്വല്പം തരം താഴാൻ എനിക്ക് മടിയില്ല. നിരഞ്ജന ചുണ്ടിൽ പരിഹാസം. പക്ഷേ
നിയമം തെറ്റിച്ച് നിന്നോട് ഞാനൊന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യണമായിരുന്നെങ്കിൽ അതെനിക്ക് മുന്നേ ആവാമായിരുന്നു. നിരഞ്ജൻ എടുത്തു പറഞ്ഞു. പാർവണ ആ വാക്കുകൾ കേൾക്കിയൊന്ന് അയഞ്ഞു. ഒരുപക്ഷെ ഉദയം നിരഞ്ജനെ തെറ്റിദ്ധരിപ്പിച്ചാവെന്ന് അവൾക്ക് തോന്നി. അശോക, ഇയാളുടെ കൂടെ പോയി ആ കടന്ന് പരിശോധിച്ചിട്ട് വാ, നിരഞ്ജൻ അശോകനോടായി പറഞ്ഞു. അത് സാർ. അശോകൻ മടിച്ചു നിന്നു. ഇതാ അശോകന്റെ കടയുടെ താക്കോല്, പോയി നോക്കിക്കോളൂ. പാർവണ കയ്യിൽ നിന്ന് താക്കോല് അയാൾക്ക് നേരെ നീട്ടി. ഉദയനും അശോകനും കൂടെ പുറത്തേക്ക് ഇറങ്ങി. പാറുവും പക്രുവും നിരഞ്ജനും മാത്രമായി ആ മുറിയിൽ. സാറേ, എന്റെ ചേച്ചി കളവ് ചെയ്യില്ല. പട്ടി കിടന്ന ദിവസങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് സാറേ. എന്നിട്ടും ഞങ്ങളാരും കട്ടിട്ടില്ല. പക്രു ധൈര്യമായി നിരഞ്ജനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീയാണോടാ ഇവൾക്ക് കൂട്ടു വന്നേക്കുന്നത്? കൊള്ളാം, ഭൂമിയിൽ നിന്നൊന്ന് പൊങ്ങിയിട്ട് പോരടാ ഈ വീരവാദം. നിരഞ്ജൻ അവനെ നോക്കി പരിഹാസത്തോടെ പറവേ പാറുവിന്റെ രക്തം തിളച്ചു. പക്രുവിന്റെ മുഖം അപ്പോഴേക്കും താഴ്ന്നു പോയിരുന്നു. ഈ ലോകത്താരാണ് SI സാറെ എല്ലാം തികഞ്ഞവര്. അവനൊരിത്തിരി ഉയരം കുറവുണ്ടെന്നേ ഉള്ളൂ. നിങ്ങളെപ്പോലെ മുരടിച്ചൊരു മനസ്സ് ദൈവം കൊടുത്തിട്ടില്ല. കുഷ്ഠം ബാധിച്ച ആ മനസ്സിന് എത്ര എളുപ്പം ചികിത്സ കൊടുക്കണം സാർ, ഇല്ലേ ഈ ശരീരം മൊത്തം ബാധിച്ചെന്ന് വരും. പാറുടെ ഒരു അഗ്നിപർവ്വതം പോലെ തിളച്ചു മറിഞ്ഞു. നിരഞ്ജൻ അവൾക്ക് എന്തോ മറുപടി കൊടുക്കാൻ വന്നപ്പോഴേക്കും അശോകനും ഉദയനും തിരികെ വന്നിരുന്നു. മൂവര് അവരെ ഒരുപോലെ നോക്കി. അശോകന്റെ മുഖത്ത് വല്ലാത്തൊരു ഭീതിയും ഉദയന്റെ മുഖത്തൊരു വിജയശ്രീയുമായിരുന്നു. അത് കാണെ പാറുവിന്റെ നെറ്റിയിൽ സംശയത്തിന്റെ വരകൾ വീണു. തെരഞ്ഞിട്ടെന്തെങ്കിലും കിട്ടിയോടാ? അശോകനോട് അത് ചോദിക്കുമ്പോൾ നിരഞ്ജന്റെ സ്വരത്തിൽ കൊണ്ട് അടക്കാനാവാത്തൊരാകാംക്ഷ. അശോകന്റെ മുഖം താഴ്ന്നു തന്നെ ഇരുന്നു. എങ്കിലും കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണമല അയാൾ മേശപ്പുറത്തേക്ക് വെച്ചു. ഞാൻ പറഞ്ഞില്ലേ സാറേ, ഇവള് തന്നെയാണ് ഇത് ചെയ്ത്. അശോകൻ സാറിന് ഇവള് കുറ്റക്കാരിയാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ സ്റ്റേഷനിലുള്ള പോലീസുകാരെല്ലാം കൂടി തന്നെ വിറ്റകളെ തലയിൽ കയറ്റി കൊഞ്ചിച്ച് നടന്ന് കള്ളക്കൂട്ടങ്ങളാ സാറേ. ഇതിപ്പോ സാറുള്ളതുകൊണ്ട് എനിക്ക് എന്നെ മാല കിട്ടിയേ. ഇല്ലെങ്കിൽ ഇവളെ പറ്റി ഞാനൊരു പരാതിയിട്ട് വന്ന അശോകൻ സാറത് അപ്പം തന്നെ തള്ളിക്കളഞ്ഞേനെ. ഉദയനത് പറഞ്ഞെടുത്തുമ്പോൾ ആ പറഞ്ഞ അല്പം കാര്യമുണ്ട് നിരഞ്ജനം തോന്നി. അശോകൻ ഉൾപ്പെടെ എല്ലാവർക്കും അവറ്റകളോട് ഒരു ചായ്വ് കൂടുതലാണ് നിരഞ്ജന് വന്നതെന്ന് പോലെ തോന്നുന്നതാണ്. നിരഞ്ജൻ മുഖമുയർത്തി പാറുണയെ നോക്കി. ആളുടെ മുഖത്ത് വിവേചിച്ചറിയാൻ പറ്റാത്ത മറ്റൊരു ഭാവം. ഇപ്പൊ നിന്റെ നാവിറങ്ങിപ്പോയടി. നിരഞ്ജന്റെ സ്വരമുയർന്നു. സാറേ, ഇത് ചതിയാ. എന്റെ ഇച്ചേച്ചി ഇത് ചെയ്യില്ല. പക്രുവിന് കരച്ചിൽ വന്നു പോയി. പിന്നെ ഈ മാല പറന്നു വന്ന് വീട്ടിലിരുന്നാണോ? നിന്റെ ഇച്ചേച്ചി എന്നിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോടാ. കുറച്ചു മുന്നേ ഒരാൾക്ക് കഴുത്തിനിട്ട് നാവായിരുന്നല്ലോ. നിരഞ്ജന് പാർവണയുടെ ആ ചലനമറ്റുള്ള നിൽപ്പ് കാണാൻ ദേഷ്യം കൂടുന്നുണ്ടായിരുന്നു. പാറുവിന്റെ ചുവന്ന് വിങ്ങിയ മിഴികൾ നിരഞ്ജനിൽ തന്നെ തറഞ്ഞു പോയി. ഇയാളോടൊപ്പം ചതിച്ചതാണല്ലേ? നിരഞ്ജന്റെ മുഖത്ത് നോക്കി വെറുപ്പോടെ അവൾ ചോദിച്ച അതേ നിമിഷം നിരഞ്ജന്റെ കൈയൊന്ന് ഉയർന്നാഴ്ന്നിരുന്നു. ആടിയുടെ ശക്തിയിൽ പാറു ഒരു വശം ചെരിഞ്ഞ് വീഴാൻ പോയി. പക്രോത് കാണെ ഉറക്കെ കരഞ്ഞുപോയി. മുന്നാര മോളെ, കട്ടിട്ട് നിന്ന് സത്യഭാവം കളിക്കുന്നോടി നീ. നിരഞ്ജൻ അടുത്ത തവണ കൂടി കയ്യോങ്ങിയപ്പോൾ അശോകൻ നിരഞ്ജന് മുന്നിലേക്ക് കയറിയിരുന്നു. സർ, പെൺകുട്ടിയാണ്, അത് മറന്നു പോണ്ട. ചോദ്യം ചെയ്യേണ്ട ലേഡി കോൺസ്റ്റബിളിന്റെ സാന്നിധ്യത്തിലാണെന്ന് സാറിന് അറിയില്ലേ? അശോകന്റെ സ്വരത്തിൽ നിരഞ്ജനോടുള്ള ദേഷ്യം കലർന്നിരുന്നു. നിരഞ്ജനെ അയാൾ അടിമുടിയെ നോക്കി. റീതാമേ! നിരഞ്ജൻ അശോകന്റെ മുഖത്തുനിന്ന് കണ്ണുപറിക്കാത്തതിനെ ഉറക്കി വിളിച്ചു. സർ. ഒരു നിമിഷത്തിന്റെ ഉള്ളിൽ പുറത്തുനിന്ന് കോൺസ്റ്റബിൾ റീത്ത ആ മുറിക്കകത്തേക്ക് പാഞ്ഞു വന്നു. 1/2 മണിക്കൂർ ഞാൻ സമയം തരും. അതിനുള്ളിൽ ഇവളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചേക്കണം. പറയുമ്പോൾ അവന്റെ നോട്ടം പാറുവിൽ തന്നെ ഉടക്കി നിന്നു. സർ, അത് പറ്റില്ലെങ്കിൽ പറ. ഇവളെ ഞാൻ തന്നെ ചോദ്യം ചെയ്തോളാം. നിരഞ്ജന സ്വരം കെടുത്തു. വേണ്ട സർ, ഞാൻ വേണ്ട വിധം ചെയ്തോളാം. റീത്ത നിരഞ്ജനോടുള്ള അമർഷം ഉള്ളിലൊതുക്കിക്കൊണ്ട് പറഞ്ഞു. വാ. റീത്ത പാറുവിന്റെ വലത്തേക്കായി തന്നെ പിടിമുറിക്കൊണ്ട് മുന്നോട്ട് നടന്നു. ആ വാതിൽ കടന്ന് പുറത്തിറങ്ങും മുന്നേ പാറു ഒരിക്കൽ കൂടി നിരഞ്ജനയെ നോക്കി. ആളുടെ മുഖത്ത് ഒരു പൂച്ചച്ചിരി വിരിഞ്ഞു വന്നു. ഇതാണ്, ഈ ചിരിയാണ് നിരഞ്ജനെ പ്രകോപിപ്പിക്കുന്നത്. തന്നെ ഒന്നുമല്ലാതാക്കുന്ന ഒരു ചിരി. കള്ളം കൈയോടെ പിടിക്കുമ്പോൾ പാറു തന്റെ മുമ്പിൽ കെഞ്ചുവെന്നും കീഴടങ്ങുമെന്നും കരുതിയിരുന്ന നിരഞ്ജനെ തോൽപ്പിച്ച് കളയുന്നത് ആളുടെ കൂസലില്ലാത്ത ആ ചിരിയാണ്. നിരഞ്ജൻ ദേഷ്യത്തോടെ ആ ടേബിളിലേക്ക് മുഷ്ടിയുരുട്ടി ഇടിച്ചു. രാത്രി ഏറെയായി. കുറ്റസമ്മതം നടത്താത്തതുകൊണ്ട് മനസ്സിലാ മനസ്സോടെയാണെങ്കിലും നിരഞ്ജന്റെ ഭീഷണിക്ക് ഭയന്ന് റീത്തക്ക് പാറുവിന് ഒരുപാട് തല്ലേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടൊന്നും കരയാതെ ഒരക്ഷരം മിണ്ടാതെ പാറു പിടിച്ചു നിന്നു. നീ കാട്ടിട്ടില്ലെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞേക്കും മോളെ. ഒരു മാല മോഷ്ടിച്ച് വിചാരിച്ച ഒരു കോടതി നിന്നെ ഒന്നും ചെയ്യത്തില്ല. നീ കുറ്റം സമ്മതിക്കാൻ നിന്നെ അങ്ങനെ വെറുതെ എടുത്തില്ല. റീത്ത അവളോട് ആവും പോലെ പറഞ്ഞു നോക്കി. ചെയ്യാത്ത കുറ്റം ഏൽക്കുന്നില്ല നല്ല ചാവുന്നതാ. പാറു താഴ്ന്ന സ്വരത്തോടെ പറഞ്ഞു. നിരഞ്ജൻ തന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും പാറുവണ അതേ ഇരിപ്പാണ്. സ്റ്റേഷന്റെ വരാന്തയിലിട്ടിരിക്കുന്ന ബെഞ്ചിൽ കാർത്തുവും പക്രുവും ഇരിപ്പുണ്ട്. ദിനേശിനെ ഒന്ന് വിവരറിയിക്കാനാവുന്നത് ശ്രമിച്ചതാണ്. പക്ഷെ ആളെ ഒന്ന് കണ്ടുകിട്ടണ്ടേ. ആമത്തുണ്ട് പോലെ ഒരു ഫോണുണ്ട് കയ്യിൽ. അതാണെങ്കിൽ ഓഫായിരിക്കുന്നു. കാർത്തുവിനെ ആലോചിച്ചൊരു എത്തുമണിയും കിട്ടുന്നില്ല. പക്രു ആണെങ്കിൽ അപ്പോൾ തുടങ്ങി കരച്ചിലാണ്. ഇവള് കുറ്റം സമ്മതിച്ചില്ലേ? നിരഞ്ജൻ റീത്താമയെ നോക്കിയിട്ട് ചോദിച്ചു.
ചെയ്യാത്ത കുറ്റല്ലേ സർ, സമയക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് കാണും. എടുത്തടിച്ച പോലെ ഒന്ന് റീത്തയുടെ മറുപടിയിൽ അമർഷം കലർന്നിരുന്നു. തൊണ്ടി മുതൽ കണ്ടുകിട്ടിയത് ഈ ഇരിക്കുന്ന മഹതിയുടെ കടലിൽ നിന്ന് തന്നെയല്ലേ റീത്താമേ? നിരഞ്ജന്റെ സ്വരത്തിലും പരിഹാസം തന്നെ. റീത്ത ഒന്നും മിണ്ടാ പല്ലിയരിച്ചങ്ങനെ നിന്നു. ഇരുന്ന് മഞ്ഞുള്ളാതെ എഴുന്നേറ്റ് പോകാൻ നോക്കടാ. അവള് കുറ്റം സമ്മതിക്കുന്നവരെ അതിനുള്ളിൽ തന്നെ കിടക്കും. നീയൊക്കെ ഇവിടെ കുത്തിയിരിപ്പ് സമരം നടത്തിയാലൊന്നും നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ചേച്ചി ഇവിടുന്ന് വിടത്തില്ല. ജീപ്പിലേക്ക് കരുന്നയുടെ നിരഞ്ജൻ പക്രുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിരഞ്ജന്റെ ആ ശബ്ദം കേൾക്കെ കാർത്തവും പക്രുവും അവനൊരുപോലെ നോക്കി. ആ ജീപ്പ് കണ്ണിൽ നിന്ന് അങ്ങ് മറയുന്നവരെ അവരങ്ങനെ തന്നെ നോക്കിയിരുന്നു പോയി നിരഞ്ജനെ. അയാളൊരു മനുഷ്യനാണോ ചേച്ചി? പക്രു നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ മാറി മാറി തുടച്ചുകൊണ്ട് ചോദിച്ചു. അല്ല, മൃഗം തന്നെ അയാള്. കാർത്തുവിന് മറുപടി പറയാൻ ഒരു നിമിഷം പോലും ചിന്തിക്കേണ്ടി വന്നില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.